ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് കുറച്ച് സമയം മുമ്പ് നടന്നൊരു സംഭവമാണ്. അക്ബർ, നെവിൻ, ആര്യൻ ഇവര് മൂന്നുപേരും ക്യാപ്റ്റൻ ആയല്ലോ. മൂന്നുപേരും ക്യാപ്റ്റൻ ആയപ്പോ തൊട്ട് തുടങ്ങിയുള്ള നെഗളിപ്പാണ് കേട്ടോ. ഉള്ളത് പറയാം, ലൈവിനകത്ത് ഇവര് മൂന്നുപേരും കൂടെ ഇങ്ങ് ആറാടുകയാണ്. ഇത് അറിഞ്ഞപ്പം മുതൽ തുടങ്ങി ഇവരിങ്ങ് അഴിഞ്ഞാടുന്ന കാഴ്ചയാണ്. ഇടയ്ക്ക് ഇവരൊരു കാര്യം പറയുന്നുണ്ട്, ഈ ആഴ്ച നന്നായിട്ട് ഡ്യൂട്ടീസിൽ പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ വീക്ക് ഒരു സമ്മാനം കൊടുക്കുമെന്ന് അക്ബറും ആര്യനും കൂടി പറയുന്നുണ്ട്. എന്ത് സമ്മാനമാണ് ഏതാണെന്നൊന്നും പറയുന്നില്ല, സമ്മാനം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. 10-75 ദിവസം അതിൻ്റെ അകത്ത് കിടന്ന ആളുകളാണ് പറയുന്നത്. സമ്മാനം പുറംലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കിടന്ന ടീംസാണ് പറയുന്നതെന്ന് ഓർത്തോണം. എന്ത് സമ്മാനമാണെന്നൊന്നും അറിയില്ല. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആരാണോ അവർക്ക് സമ്മാനം കൊടുക്കുമെന്നാണ് പറയുന്നത്, ഗിഫ്റ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, എന്റെ ക്യാപ്റ്റൻ. ഇവരിത് അറിഞ്ഞപ്പോ തന്നെ ഷാനവാസ് ഒരു ഗെയിം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനുമോളെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു കളിയാണ്. എന്റെ ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. എന്റെ ക്യാപ്റ്റനെ വെച്ച് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഷാനവാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു. വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ അനുമോളാണ്. അപ്പോൾ ഷാനവാസ് പറയുന്ന ആ ഗിഫ്റ്റ് ഞാൻ അനുമോൾക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കും, എന്റെ ക്യാപ്റ്റന് തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അനുമോളെ ലൈറ്റായിട്ട് മാറുകയാണോ എന്താണോ അറിയത്തില്ല. ഇപ്പൊ ചെയ്യുന്നത് കണ്ടില്ലേ, ഡ്യൂട്ടീസ് ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ക്യാപ്റ്റന് തന്നെ ഇത് കിട്ടും, എന്റെ ക്യാപ്റ്റൻ ഈ ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് ഷാനവാസ് ഇങ്ങനെ ആ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച മുഴുവൻ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവർ ഈ മൂന്ന് പേരുടെയും കൂടെ ഈ ഒരു ഷോയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നതെന്നാണ്. കഴിഞ്ഞ സീസണിലെ പവർ ഹൗസ് പോലത്തെ ഒരു സംഭവമാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അവസാന ഘട്ടമായപ്പോഴത്തേക്കും അവിടെയും ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതേപോലത്തെ ഒരു സംഭവമായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഇവര് ഗ്രൂപ്പ് ആയിട്ടാണ് കളിച്ചത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ. അത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പണി മൂന്ന് പേർക്കും കൂടി കൊടുത്തത്. ഇമ്മ്യൂണിറ്റി പവറും ഇല്ലാതെ മൂന്ന് പേരും ക്യാപ്റ്റൻസി ഭരിക്കണം ഇനി ഈ ആഴ്ച മുഴുവനും. അത് വല്ലാത്തൊരു ചതിയായി പോയി. ആക്ച്വലി സ്പീക്കിംഗ്, ക്യാപ്റ്റൻസി വന്ന മൂന്ന് പേരാണ്. ഇവരിൽ ഒരാൾക്ക് നോമിനേഷൻ മുക്തി ലഭിക്കേണ്ടതായിരുന്നു. പക്ഷെ മൂന്ന് പേരുടെയും നോമിനേഷൻ മുക്തി എന്നുള്ള ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്തിട്ട് മൂന്ന് പേർക്ക് ഒരു അധികാരം മാത്രം കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് നെഗളിക്കും. ഫൺ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. മൂന്നുപേരും ഫണ്ണാക്കിയാൽ മതിയായിരുന്നു. അല്ലാതെ ഇത് കാരണം അവിടെ വഴക്കുണ്ടാവും അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, സമ്മാനം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അനുമോൾക്ക് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.